ഹലോ ജയകൃഷ്ണൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊമ്പൻ്റെ കാളിയൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ നമ്മളിതിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നമുക്ക് നെയിം ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാളിയൻ്റെ ഇത് എഡിഷൻ നെയിം, പിന്നെ അതെ നമ്മുടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ടോപ്പ് ലൈറ്റും ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് ഇനി സൈഡിലേക്ക് പോവാം. നമുക്ക് സൈഡിൽ വരുന്നത് നമ്മുടെ ഡ്രൈവറിൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ സൈഡിൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പേപ്പറിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മറ്റേ സിന്തറ്റിക്കാണ് എടുക്കാറ്. പക്ഷേ സിന്തറ്റിക്ക് നമുക്ക് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ചൂടാക്കിയിട്ട് നൈസായിട്ട് ചൂടാക്കിയിട്ട് വേണം അത് ഒട്ടിക്കാൻ, വലിച്ചൊട്ടിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഈ വീലാർച്ചിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊളച്ച് നിൽക്കും. പക്ഷേ ഇതിനാണ്ടില്ല, നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് സൈഡിൽ ഇൻഡിക്കേറ്ററും നമ്മുടെ പാർക്ക് ലൈറ്റും വരുന്നുണ്ട്. ഇതിൽ പാർക്ക് ലൈറ്റിൽ നമ്മൾ ചേസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ നൈറ്റിൻ്റെ വീഡിയോയിൽ നൈറ്റ് ലൈറ്റൊക്കെ ഇട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സൈഡ് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അക്രിലിക്കാണ്. ഫുള്ള് ടിൻറ്റഡ് ഗ്ലാസ്സാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമ്മുടെ ക്ലാസിക് ക്രിമിനൽ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഇതാണ് നമ്മുടെ സൈഡിൻ്റെ ഒരു ഇത് വരുന്നത്. അത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ കാളിയൻ്റെ സ്റ്റിക്കർ നമ്മുടെ ബാക്കിലത്തെ ഡിക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡിക്കിയിലാണ് നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 2 ബാറ്ററി ട്രെയാണ് കാണുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പിടുത്തവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് നേരെ കയറ്റി വയ്ക്കാം. ഇത് കുറച്ചാണ് തള്ളിയിട്ട് ഇത് നമുക്ക് റണ്ണിങ്ങിനും മറ്റേ ലൈറ്റ് വർക്കിനും കൂടിയുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഇത് റണ്ണിങ്ങിനുള്ള ബാറ്ററി, ഇത് നമ്മുടെ ലൈറ്റ് വർക്കിൻ്റെ ബാറ്ററി. ജസ്റ്റ് അത് തിരിച്ചാണ്ട് തള്ളിക്കയറ്റി വെച്ചാൽ മതി. ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് തരാം. ഇത്രയാണ് ബാക്കിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ലൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. കൊമ്പൻ്റെ ഇത് നമുക്കിനി അപ്പുറ സൈഡിക്കും. അപ്പുറ സൈഡ് എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള സെയിം വർക്കിംഗ് കാര്യം തന്നെയാണ്. മറ്റേ ഇത് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹസാർഡ് ഫ്ലാഷർ, മറ്റേ ഇത് ഹസാർഡല്ല, മറ്റേ ഇൻഡിക്കേറ്ററും പാർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർ ബോഡി ലൈറ്റ് വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇപ്രാവശ്യം നമ്മൾ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലാണ് വണ്ടിയുടെ ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൗണ്ട് സിസ്റ്റം വരുന്നത്. ഇത് നമ്മുടെ സാധാ ഒരു 5 വോൾട്ട് 3.7 വോൾട്ടിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ഇത് അതിൻ്റെ ബാറ്ററി, ഇതിൻ്റെ ചാർജർ കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഓൺ ഓഫാണ്. അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് മറ്റേ സൗണ്ട് സിസ്റ്റം മേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനുള്ള നോബ്. അപ്പോൾ ഇതിൻ്റെ പറ്റിയുള്ള ഈ ബോർഡ് വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കാണിത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നേരം നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. പിന്നെ നമ്മുടെ ഫ്ലാഷറിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. ഇത് നമുക്ക് ESC ഓൺ ചെയ്യണം, ഓഫ് ചെയ്യുന്ന സ്വിച്ച്. ഇതിൻ്റെ ബാക്കി എല്ലാ ലൈറ്റുകളും ഓൺ ചെയ്യുന്നത് നമ്മുടെ ഇതാണ്, റിമോട്ടിലാണ്. അത് നമുക്ക് കാണിച്ചു തരാം. നമുക്കിത് അടയ്ക്കാം. നമുക്ക് ഇതിൻ്റെ അടിവശത്തേക്ക് നോക്കാം. വണ്ടിയുടെ അടിവശം വരുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്സ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ വുഡ് കുറച്ച് റീപ്പറുകളാണ്, കുറച്ച് വെയിറ്റ് കുറവുണ്ട്. നമ്മുടെ മറ്റേ വണ്ടിയില്ലേ ജയ്ഗുരു ചെയ്തത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ജയ്ഗുരു വെച്ച് നോക്കുമ്പോൾ നല്ല വെയിറ്റ് കുറവാണ്. ഇത് 2 സ്പീക്കർ, ചെറിയ സ്പീക്കറാണ് കേട്ടോ, ചെറിയ സ്പീക്കർ. ഇതിനുള്ള മോട്ടർ വരുന്നത് ജയ്ഗുരു 775 ആണെങ്കിൽ ഇത് 555 ആണ് വരുന്നത്. കാരണം ജയ്ഗുരു ഭയങ്കര സ്പീഡായിരുന്നു, അത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ടാണ്. പിന്നെ ഇത്രയും സൈസുള്ള വണ്ടിയും കൂടി ആകുമ്പോൾ അത്രയും സ്പീഡ് കൺട്രോൾ ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളത് 775 മാറ്റിയിട്ട് 555 മോട്ടറാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ആക്സിൽ കാര്യങ്ങളൊക്കെ ടയർ. ഇതാണ് നമ്മുടെ ഫ്ലാഷർ വരുന്നത്. കണ്ടില്ലേ, ഫുള്ളായിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. അത് നല്ല നൈറ്റ് ഇതിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും സംഭവം. നല്ല ക്ലാരിറ്റിയിലാണ് കാണുന്നത്. പിന്നെ ഇത് വരുന്നത് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന 995R 996R എന്നുള്ള സെർവാണ് ഇതിൽ വരുന്നത്. ഇത് ടോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള സെർവാണ്. മറ്റേന്ന് പറഞ്ഞാൽ സ്പീഡാണ്, പെട്ടെന്ന് പെട്ടെന്നാവും. ഇത് ടോർക്ക് കൂടിയ സെർവാണ്. നല്ല വണ്ടി ലോഡിൽ നിന്ന് കഴിഞ്ഞാലും ഈ സംഭവം നല്ല നൈസായി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. സെർവോ നല്ല സെർവാണ് കേട്ടോ. റേറ്റും കുറവാണ്. ഞാൻ നോക്കി കിട്ടാൻ വെച്ചാൽ പ്രൊഡക്റ്റിൽ ഞാൻ ടാഗ് ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ അടിവശത്തുള്ളൂ. വേറെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളിലാണ് വരുന്നത്. ഇതിനുള്ളിൽ മറ്റേ നമ്മളൊരു ചേസർ വരുന്നുണ്ട്. ഞാൻ ചേസറിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉണ്ടായിരുന്നു. അതെന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇത്രയാണ് നമുക്ക് അടിയിലും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇത് ഓൺ ചെയ്ത് ഇതിൻ്റെ ലൈറ്റും സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് സംഭവം നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ വണ്ടിയുടെ നമുക്ക് ആദ്യം സൗണ്ട് സിസ്റ്റം നമ്മൾ എന്തായാലും ഇപ്പോൾ കാണിക്കുന്നില്ല. നമ്മൾ ഷോർട്ട് സൈഡ് ഇടാം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിച്ചു തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് സാധനം. ഇതതിൻ്റെ വണ്ടി ഓൺ ആയതിൻ്റെ നമുക്ക് അടുത്ത നമ്മുടെ റിമോട്ട് ഓൺ ചെയ്യാം. നമ്മളത്
ഈ റിമോട്ടാണ് ഇതിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 6 ചാനൽ റിമോട്ടാണ്. നമുക്ക് വണ്ടി ഇതാണ് ത്രോട്ടിൽ വരുന്നത്. നല്ല സ്മൂത്ത് ടേക്കിംഗ് ആണ്. അങ്ങനെ സെർവോ ഉണ്ടല്ലേ പക്ക എത്ര കറക്റ്റ് വർക്കിംഗ് കിട്ടും. സെർവോൻ്റെ വർക്കിംഗ് ഒക്കെയാണ്. നമുക്കിതിൻ്റെ ലൈറ്റിൻ്റെ സംഭവം കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് റിമോട്ടിൽ തന്നെയാണ് സ്വിച്ച് വരുന്നത്. നമുക്കിത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലത്തെ ചേസർ ഓണാവും. പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഹസാർഡ് അത് ഓണാവും. പിന്നെ അടുത്തത് തന്നെയാണിത് നമ്മുടെ ഹെഡ് ലൈറ്റും ടെയിൽ ലൈറ്റും. പക്ഷേ ഇത് ഇത്രയും ഇതാണ് നമ്മുടെ ടെയിൽ ലൈറ്റ് വരുന്നത്. ടെയിൽ ലൈറ്റ് നമ്മൾ മാക്സിമം ഡീറ്റെയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ റെഡ് ഡീറ്റെയിൽ ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളർ അടിക്കാൻ പറ്റില്ല. അത് നമ്മൾ അടിക്കാൻ നോക്കുന്നുണ്ട്. കാരണം കണ്ടില്ല ആ സൈഡിലത്തെ ഡോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ കൊമ്പൻ്റെ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക്. സൗണ്ട് സിസ്റ്റത്തിന് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം.